തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള അതല്ലെങ്കിൽ BJP-യുമായി ചേർന്നു പോകാത്ത നിലപാടുകളുള്ള ഒരു കോർപ്പറേറ്റ് മുതലാളിക്ക് പാർട്ടിയെ വിറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്കറിയില്ല. അവരിഷ്ടമുള്ള ആളെ അവരുടെ പ്രസിഡന്റ് ആക്കിയിട്ട് നമുക്ക് എന്താ പ്രശ്നം? നമുക്കതിന് ഞങ്ങൾ വേറെ പാർട്ടിയുള്ള ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാറില്ല. BJP-യുടെ പ്രസിഡന്റിനെ ഉണ്ടാക്കുന്നത് നമ്മുടെ ജോലിയല്ലല്ലോ. അവർ ആരെ വേണേലും പ്രസിഡന്റ് ആക്കട്ടെ. നമ്മൾ അവരോടല്ലല്ലോ, വ്യക്തികളോടല്ലല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ അവരുടെ ഐഡിയോളജിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. സ്ത്രീകളെ കുട്ടികളെ മാറ്റി നിർത്തും. രക്തം കണ്ട ചില സ്ത്രീകൾക്ക് തലകറക്കും. ഞാൻ തുടങ്ങട്ടെ. കൊഞ്ചം തള്ളുങ്ക സാർ, എന്തൊക്കെ കൊഞ്ചം തള്ളുങ്ക സാർ. പിന്നെ പ്രേംകുമാർ പറഞ്ഞതിൽ വലിയൊരു കാര്യമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ആ ഒരു പരിധി വരെ യോജിക്കുകയാണ്. കാരണം പുതിയ കാലത്ത് പഴയ തരത്തിലുള്ള നേതാക്കന്മാരെ അല്ല ആളുകൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സംഘടനാ രംഗത്ത് BJP വളരെ ശക്തമാണ്, അതിൽ യാതൊരു സംശയമില്ല. അതെ, എന്താ കുഴപ്പം? ഇതെത്രയാണ്. പക്ഷെ ഇതില് രാജു പി നായരുടെ നാക്കത്ത് ഗുളികനാണോ എന്ന് ഞാൻ സത്യമായിട്ട് ഭയപ്പെടുന്നു. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറയല്ല. ഈ രാജീവ് ചന്ദ്രശേഖരെ പോലെ ഒരാൾ BJP-യുടെ നേതൃത്വത്തിൽ വരികയും അവരുടെ സംഘടനാ സംവിധാനവും പണവും ഉപയോഗിച്ച് ഇവർ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്താൽ നമ്മുടെ സുഹൃത്തുക്കളായ രമേശ് ചെന്നിത്തലയും PD സതീശനും ഒക്കെ ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. എന്നോട് വിശ്വാസമില്ലേ? ഇല്ല, ഒട്ടുമില്ല. ഇവർ ഭിന്നിപ്പിക്കുന്ന വോട്ട് തീർച്ചയായിട്ടും UDF-ന് ഒരു വലിയ അപകടമായിട്ട് മാറാനുള്ള സാധ്യത. എന്നൊരു വരി ഊതരുത്.